എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഖുർആനിലും സുന്നത്തിലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ കേട്ടാൽ നിങ്ങൾ ഓർക്കേണ്ട ആയത്താണിത്. ഫലാ വറബ്ബിക്, നിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ മുഅ്മിനീങ്ങളാവുകയില്ല, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിധിയിലേക്ക് അവർ വരുന്നതുവരെ അവർ മുഅ്മിനാവുകയില്ല. എന്തിനാ ഹിജാബ് ധരിക്കുന്നത്? അതിന്റെ സ്റ്റൈലാണ്, അതിന്റെ ഫാഷനാണ്, അതിന്റെ ഈ കാലഘട്ടത്തിലെ പ്രതിഷേധമാണ്. ഇതൊന്നുമല്ല ഹിജാബ്, അള്ളാഹുവിന്റെ വിധി അനുസരിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിറവേറ്റലാണ് ഹിജാബ് എന്ന് പറഞ്ഞാൽ. അതിനു വേണ്ടിയാണ് അത് അനുസരിക്കേണ്ടത്. എന്നാൽ ഇന്ന് സഹോദരിമാരിൽ ചിലരെങ്കിലും ഇതാ ആധുനിക പ്രത്യയശാസ്ത്രങ്ങൾ, ഫെമിനിസ്റ്റ് ഐഡിയോളജികൾ അതിന്റെ പിറകിൽ പോവുകയാണ്. അത്തരം ചിന്തകളുടെ ഭാഗമായി അവരിൽ എന്തും ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഹിജാബ് ധരിക്കാനും സ്വാതന്ത്ര്യം വേണം. ഇസ്ലാമിൽ അങ്ങനെയല്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നീ ഒരു മുസ്ലിമായ വനിതയാണോ, ഹിജാബ് ധരിക്കണം. നിന്റെ ചോയ്സ് ഇസ്ലാമിലുള്ള ചോയ്സ് മാത്രമാണ്, അതിന് പുറത്തേക്ക് ചോയ്സ് ഇല്ല. ഇന്ന് ചില ആളുകൾ പറയുന്നു, ഹിജാബിനെ കുറിച്ച് ചോദിച്ചാൽ മുസ്ലിം പെൺകുട്ടികൾ പറയുന്നു, അത് വേണമെങ്കിൽ ധരിക്കാം, വേണ്ടെങ്കിൽ ധരിക്കണ്ട. അങ്ങനെയല്ല, ഇസ്ലാമിൽ അങ്ങനെയല്ല. നാട്ടിലെ നിയമം അങ്ങനെ ആയിരിക്കും, പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഹിജാബ് സ്ത്രീകൾ ധരിക്കേണ്ട നിർബന്ധമായ വേഷമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ധരിക്കൽ നിർബന്ധമായ വസ്ത്രമുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവർ ധരിക്കാൻ നിർബന്ധമായ വസ്ത്രങ്ങളുമുണ്ട്. അത് അംഗീകരിക്കുക എന്നത് ഒരു മുസ്ലിമായ സ്ത്രീയുടെ നിർബന്ധ ബാധ്യതയാണ്. നീ മുസ്ലിമല്ലേ, കുഴപ്പമില്ല, നിനക്ക് തോന്നിയതുപോലെ ജീവിക്കാം. അത് നിന്റെ ദുനിയാവിന്റെ കാര്യമാണ്. ആഖിറത്തിൽ അത്തരക്കാർക്ക് അല്ലാഹു നരകമൊരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ദുനിയാവിൽ മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സഹോദരിമാർ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കണം. ഇന്ന് പലരും പറയാതെ പോകുന്ന കാര്യമാണിത്. അള്ളാഹുവിനെ നീ അനുസരിക്കണം, അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. മുസ്ലിം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതാണ്. ഞാൻ അള്ളാഹുവിന് കീഴൊതുങ്ങിയവനാണ്, ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ്. നോക്കൂ നിങ്ങൾ, ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്, യർഹമുല്ലാഹു നിസാഅൽ മുഹാജിറാത്തിൽ ഉവൽ, ആദ്യകാല മുഹാജിരീങ്ങളായ സ്ത്രീകൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കരുണ ചൊരിയട്ടെ. ആദ്യകാലത്തുള്ള മുഹാജിറുകളായ സ്ത്രീകൾ അവർ ദരിദ്രരായിരുന്നു. ധരിക്കാൻ ആകെ ഒരു വസ്ത്രമാണുള്ളത്. അത് തന്നെ അവരുടെ ശരീരം മുഴുവൻ മറക്കാൻ ചിലപ്പോൾ അനുയോജ്യമല്ല. അങ്ങനെ ഇരിക്കെ വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചു. അല്ലാഹു പറഞ്ഞു, വൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിം, അവരവരുടെ വസ്ത്രം അവരുടെ ശരീരത്തിലൂടെ താഴ്ത്തിയിടട്ടെ, അവരുടെ ശരീരം അവർ മുഴുവൻ മറക്കട്ടെ. ഈ ആയത്ത് അവതരിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ശഖഖന മുറൂതഹുന്ന ഫഖ്തമർന ബിഹാ, അവരവരുടെ വിരിപ്പുകൾ കീറി, കിടക്കാൻ ഉപയോഗിക്കുന്ന വിരിപ്പുകൾ അത് അവർ കീറിയെടുത്തു. എന്നിട്ട് അത് അവരുടെ വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് അവർ ശരീരം മുഴുവൻ മൂടാൻ തയ്യാറായി. സുബ്ഹാനല്ലാഹ്, വസ്ത്രമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആ സ്ത്രീകൾ വന്ന് പറയുകയല്ല, നബിയെ ധരിക്കാൻ വസ്ത്രമില്ല, എന്തു ചെയ്യണമെന്ന് അവർ ചോദിക്കുന്നില്ല. അവരവരുടെ വീട്ടിലേക്ക് പോയി വിരിപ്പിൽ നിന്ന് വസ്ത്രം മുറിച്ചെടുത്തത് ശരീരത്തിലേക്ക് അത് തങ്ങളുടെ ഉടുപ്പിലേക്ക് തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞതുപോലെ മറക്കുകയാണ്. അതാണ് മുസ്ലിമിന്റെ ജീവിതം അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അനുസരിക്കുക എന്നതായിരിക്കണം അവന്റെ നിയമം. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدون في أنفسهم حرجا مما قضيت ويسلموا تسليما.